സിദ്ധാർത്ഥ്, ഏതാ ഈ കുട്ടി? ഞാൻ സിദ്ധാർത്ഥ് സാറിന്റെ ഡാഡ്, ഷീ ഈസ് മൈ പേഴ്സണൽ അസിസ്റ്റന്റ്. മോളുടെ പേരെന്താ? അലീന. സിദ്ധാർത്ഥ്, നീ എന്താ കോൾ എടുക്കാത്തെ? നിന്റെ അമ്മ കുറെ വട്ടം നിന്നെ വിളിച്ചു. അത് അന്നേരം ഞാൻ ബിസി ആയിരുന്നു, കോൾ എടുക്കാൻ കഴിഞ്ഞില്ല. ഓക്കെ ഫൈൻ. പക്ഷേ തിരക്കൊക്കെ മാറിയിട്ട് നിനക്കൊന്ന് തിരിച്ചു വിളിക്കാലോ. എന്തേ, വർഷങ്ങൾക്ക് ശേഷം നിന്റെ അമ്മ ഒരു കച്ചേരി ചെയ്യുന്നുണ്ട്. ആ? അതും നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ. നീ അവിടെ ഉണ്ടാകണം. അതാ അവളുടെ ആഗ്രഹം. പെട്ടെന്ന് എന്താ അങ്ങനെ ഒരു ആഗ്രഹം? അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുന്നതിൽ നിങ്ങൾക്ക് ആർക്കും താല്പര്യമില്ലല്ലോ. നീ പറഞ്ഞത് ശരിയാ. പക്ഷേ തറവാടിൽ ഒരു നല്ല കാര്യം നടക്കുമ്പോൾ എല്ലാരും അവിടെ വേണമല്ലോ. ഉത്സവം അടുത്ത മാസമല്ലേ? നോക്കാം. ഞാൻ ഉറപ്പ് പറയുന്നില്ല, കാരണം നെക്സ്റ്റ് മന്ത് പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോ അതിന്റെ കാര്യങ്ങളായിട്ട്. നീ ഇല്ലെങ്കിലും ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കില്ലേ? ഞാനില്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നു പോകും. പക്ഷേ അതങ്ങനെയല്ലല്ലോ ഡാഡ്. ഇത് എന്റെ കമ്പനിയാണ്. എനിക്ക് എന്റേതായ കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ബിസിനസ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് എന്തും. അലീന, വാ. സിതാ, ഹലോ വൈഷ്ണവ്. ചുമ്മാതല്ല, സ്വന്തം പാരന്റ്സിനോട് കാണിക്കുന്നത് ഇങ്ങനെയല്ലേ, പിന്നെ എന്നോടോ? എക്സ്ക്യൂസ് മീ, താൻ എന്തെങ്കിലും പറഞ്ഞോ? നത്തിങ് സാർ. സാർ, നമ്മൾ എങ്ങോട്ടാ? അത് പറഞ്ഞാലേ താൻ വരുള്ളൂ. യു ആർ മൈ അസിസ്റ്റന്റ്, അത് മറക്കണ്ട. ഇയാള് സാർ, ഇത് ഷൂട്ടിംഗ് ലൊക്കേഷൻ. ഷൂട്ടോ? സാർ, ഷൂട്ട് ഇന്നാണോ? അതെ, അഡ്വർടൈസ്മെന്റ് ഷൂട്ട്. സാർ, ഇതെന്റെ ഫസ്റ്റ് ഡേയാ. പിന്നെ സ്കെഡ്യൂളിൽ ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞില്ല. യു ഡിഡ്ന്റ് ആസ്ക്. ഇയാള് ഞാനിതെങ്ങനെ അറിയാലോ? ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ് സാർ, ഇതാണ് ഫൈനൽ കൺസെപ്റ്റ്. ഇറ്റ്സ് നൈസ് ആരോമൻ. താങ്ക് യു സോ മച്ച് സാർ. ദെൻ അലീന, അവളെവിടെ? അയ്യോ, ഷൂട്ടാണെങ്കിൽ ഒരുപാട് ലേറ്റ് ആവുമല്ലോ. ചാർജറും എടുത്തില്ല, സ്കൂട്ടിയാണ് ഈ കമ്പനിയിലും. എന്ത് ചെയ്യാനാ? നന്ദുമ്മയ്ക്ക് മെസ്സേജ് ഇട്ടാലോ? അലീന, എന്താ സാർ? ബാഗിൽ നിന്ന് ആ ഫയൽ എടുത്തേ. ഫയല് ഇതാ സാർ. സാർ, ഷൂട്ട് ഇന്നാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ. അല്ല, ഞാൻ വീട്ടില് ഒന്നുമില്ല സാർ. സർപ്രൈസസ് ആർ പാർട്ട് ഓഫ് അവർ വർക്ക്. സർപ്രൈസോ? ഇതോ? എനിക്കെന്ത് സർപ്രൈസ് ആവാനാ? അതെ സാർ, ഒന്നിങ്ങ് വന്നേ. എന്താ സഞ്ജയ്? ഒരു കുഴപ്പമുണ്ട്. മോഡൽ ഇതുവരെ എത്തിയിട്ടില്ല. ട്രാഫിക്കിൽ സ്റ്റക്ക് എന്നാ പറഞ്ഞേ. ഈ ഷൂട്ടിന്റെ സീരിയസ്നെസ് അറിയില്ലേ? എവിടുന്ന് കിട്ടിയടോ ആ മോഡലിനെ? അത് സാർ, അതിന് ഞാനെന്ത്? ഇങ്ങനെ പോയാൽ ഷൂട്ട് ഡിലേ ആകുമല്ലോ. ഔട്ട്ഡോർ ഷൂട്ടാണ് കൂടുതൽ എടുക്കാനുള്ളത്. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? അതൊക്കെ പോട്ടെ, ഞാനിത് എങ്ങനെ സാറിനോട് പറയും? സിദ്ധാ സാറിനെ നിങ്ങൾക്ക് അറിയാലോ.
എല്ലാം ഓക്കെ വന്നതാ. ഇതിന്റെ ഇടയിലും ആ ട്രാഫിക് ജാം ഉള്ളതാണോ എവിടെന്ന്? അതെ സാർ, നമുക്ക് വേറൊരു മോഡല്. എടോ, ഈ ലാസ്റ്റ് മിനിറ്റ് മോഡലിനെ എവിടെ നിർത്തിക്കും? ആ ഇതിലെ 101 മുത്തുകളുണ്ടോ? ഒരു ഐഡിയ ഉണ്ട്, നോക്കാം. സിദ്ധാർത്ഥ് സാർ, എന്താ ആരോമൽ? മോഡൽ ഇതുവരെ എത്തിയിട്ടില്ല. വാട്ട്? ട്രാഫിക് ജാം വന്ന എന്ത് കെയർലെസ് ആയിട്ട് ഓരോരുത്തർ ബിഹേവ് ചെയ്യുന്നത്? സാർ, ഞാനൊരു ഐഡിയ പറയട്ടെ. എന്താ? മോഡൽ എത്തുന്നത് വരെ ടെമ്പററി ആയി സാറിന്റെ സ്റ്റാഫ് അലീനെ നമുക്ക് വെച്ച് ഷൂട്ട് ചെയ്താലോ? നോ നോ, ദാറ്റ് ഈസ് ഇംപോസിബിൾ. ഷീ ഈസ് മൈ PA. ആ സീരിയസ്ലി? ഡയറക്ടർ സർ, ആക്ച്വലി മോഡലിംഗ് ഞാൻ മോഡലിംഗ് ചെയ്യാറുണ്ട്. അതിനു വേണ്ടിയാ ഞാൻ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്തത് തന്നെ. അൺഫോർച്ചുനേറ്റ്ലി ക്വാളിഫിക്കേഷൻസ് ഒക്കെ കണ്ട് എന്നെ PA പോസ്റ്റിലിട്ടു. ഓ റിയലി? യെസ് സർ, റിയലി. PA ആയി ഫയൽ ക്യാരി ചെയ്യുന്നതും സോൾട്ട് ഇട്ട് കോഫി ഉണ്ടാക്കുന്നതുമല്ലേ നിന്റെ ടാലന്റ്? സർ, ആ കോഫി ഇൻസിഡന്റ് അതിതുവരെ തീർന്നില്ലേ? അതങ്ങനെ മറക്കാൻ എനിക്ക് മറവി രോഗമില്ല. സാർ, ടു ബി ഹോണസ്റ്റ്, ഈ കുട്ടി നമ്മുടെ ഈ കൺസെപ്റ്റിന് പെർഫെക്റ്റ് ആണ്. നമുക്ക് ടെമ്പററി ആയിട്ടല്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മോഡലിംഗ് ഈസിയാണെന്ന് തോന്നുന്നുണ്ടോ? സർ, അറ്റ്ലീസ്റ്റ് എനിക്കൊന്ന് ട്രൈ ചെയ്യാലോ. ട്രൈ ചെയ്ത് ഷൂട്ട് സ്പോയിൽ ആക്കാനോ? സർ, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ അതെന്റെ പ്രോബ്ലം അല്ല. ഇതൊരു നടക്കി പോവില്ല. അതിന് ഇത്ര ആറ്റിറ്റ്യൂഡ് ഇടണോ? യു ആർ മൈ PA, അത് മറക്കണ്ട. സാർ, ടൈം. ഓക്കെ ഓക്കെ ഫൈൻ. യെസ്, പെർഫെക്റ്റ് സാർ. അലീന, വേഗം പോയിട്ട് റെഡി ആയിക്കോ. ഓക്കെ, തുടങ്ങിക്കോ. താങ്ക് യു സർ. താങ്ക് യു പറയാൻ ആയിട്ടില്ല. യു പ്രൂവ് ഇറ്റ്. യു വിൽ സീ. ഡയറക്ടർ സർ, ഇതെനിക്ക് ഓക്കെ ആണോ? തനിക്കിത് നന്നായി ചേരുന്നുണ്ട്. സാർ, എങ്ങനെയുണ്ട്? ഇഷ്ടായി കാണില്ലേ? മാഡം, ഇതാ ചെലങ്ക. ഇത് കാലി കെട്ടണോ? കൺസെപ്റ്റ് ട്രഡീഷണൽ ഡാൻസ് ഫീൽ ആണ്. സോ ജസ്റ്റ് വെയർ ഇറ്റ്. ഓക്കെ സർ. അലീന, എന്തു പറ്റി? റെഡി അല്ലേ? ഐ എം റെഡി. ഓക്കെ, റിഹേഴ്സൽ സ്റ്റാർട്ട് ചെയ്യാം. ക്യാമറ, റിഹേഴ്സൽ, മ്യൂസിക്, പ്ലേ. സർ, എനിക്ക് ക്ലാസിക്കൽ അങ്ങനെ അറിയില്ല. വെരി ഗുഡ്. ഇനി എന്താ ചെയ്യാൻ പോകുന്നേ? അലീന, ജസ്റ്റ് നാച്ചുറലി മൂവ് ചെയ്താൽ മതി. തനിക്ക് അറിയാവുന്ന ഡാൻസ് മൂവ്മെന്റ്സ്. ഓക്കെ ഓക്കെ. അച്ചു, നിന്നെ കൊണ്ട് പറ്റും. മാതാവേ, മിന്നിച്ചേക്കണേ.
വാട്ട്? വാവ്. എന്താ? സർ, ഈ കുട്ടിക്കാണോ ഡാൻസ് അറിയില്ലെന്ന് പറഞ്ഞേ? Cut it. എന്താ സാർ, എന്തെങ്കിലും തെറ്റുണ്ടോ? Are you serious? That was perfect. ഞാൻ ഡാൻസ് ചെയ്തോ? പ്രൊഫഷണൽ ഡാൻസർ ആയിട്ടായിരുന്നു. ഞാനോ? ഈ ടേക്ക് ഓക്കെയാണ്. ബാക്കി ഷൂട്ടും ഇയാളെ വെച്ച് തന്നെ ചെയ്യാം. ഇനി വേറെ ഒരാൾ വേണ്ട. വാ, അടുത്ത കോസ്റ്റ്യൂം. ഞാൻ വരാം സാർ. എന്താ? അല്ല, ഒന്നും പറഞ്ഞില്ല. പറയാനുള്ളതൊക്കെ ആദ്യം പറഞ്ഞില്ലേ? ഇതിൽ കൂടുതൽ ഞാനെന്ത് പറയാനാ? സാറല്ലേ എന്റെ ബോസ്. അതിന് സാർ, ഞാൻ പ്രൂവ് ചെയ്തോ? ഇപ്പൊ മനസ്സിലായോ? ഫയൽ കൊണ്ട് നടക്കാനും കോഫി ഉണ്ടാക്കാനും മാത്രമല്ല അലീനയുടെ ടാലന്റ് എന്ന്. അതെ, എന്നെ അവര് വിളിക്കുന്നുണ്ടാവും. ഞാൻ അങ്ങോട്ട് പോട്ടെ. നിൽക്കാൻ. അയ്യോ, വയ്യ. 28 മിസ്ഡ് കോൾസോ? അയ്യോ, ആ എക്സൈറ്റ്മെന്റിൽ ഞാൻ മറന്നു. നന്ദുമ്മ. ഫൈനലി മാഡം ഒന്ന് തിരിച്ചു വിളിച്ചല്ലോ. എത്ര നേരമായി നിന്നെ വിളിക്കുന്നു? എന്താ ഫോൺ എടുക്കാത്തെ? ഞാൻ ഒരുപാട് പേടിച്ചു. സോറി നന്ദുമ്മ, ഷൂട്ടിലായിരുന്നു. ഷൂട്ടോ? ഇന്നോ? അതെ അതെ, ആക്ച്വലി ഷൂട്ട് ഉണ്ടെന്ന് ഞാൻ പോലും അറിഞ്ഞില്ല. നീ ഇതെന്താ പറയുന്നേ? അത് ഞാൻ സാറിന്റെ കൂടെ വന്നതാ. അപ്പൊ കാണാൻ ഷൂട്ട്. പിന്നെ ഒന്നും പറയണ്ട, മോഡലെത്തിയില്ല. അങ്ങനെ ഡയറക്ടർ എന്നെ പിടിച്ചങ്ങ് മോഡലാക്കി. പിന്നെ എന്റെ ഈ ലുക്കൊക്കെ കൊണ്ടായിരിക്കും. ഫസ്റ്റ് ഡേ തന്നെ മോഡലിംഗ് ചാൻസോ? അടിപൊളി മോളെ, എന്റെ അച്ചുവേ, നീ കലക്കി. അത് ആ സത്യ, ഫസ്റ്റ് ഡേ തന്നെ. ഞാൻ ശരിക്കും എക്സ്പെക്ട് ചെയ്തില്ല. അല്ല, നീ എപ്പോഴാ വരുന്നേ? ഞാൻ സാറിന്റെ കൂടെ ഇങ്ങ് വന്നത്. എന്റെ സ്കൂട്ടി ആണെങ്കിൽ കമ്പനിയിലും. എങ്ങനെയാന്ന് നോക്കിട്ട് പറയാം. ആണോ? അറിയില്ല, സാർ എന്തെങ്കിലും പറയുമായിരിക്കും. നോക്കാം. ഇല്ലെങ്കിൽ ടാക്സി പിടിച്ചു വരാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്, അല്ലെങ്കിൽ വിളിക്ക്. ഓക്കേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് ഇടാം. വേഗം വാ, വേഗം വാ, കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ശരിയടാ. മോഡലാവാൻ കിട്ടിയ എക്സൈറ്റ്മെന്റില് ഞാൻ അയാളടുത്ത് കുറെ തട്ടിയും കയറി. ഇനി ഞാൻ ഹെൽപ്പ് എങ്ങനെ ചോദിക്കും? കോളില് മേഡം വലിയ സന്തോഷത്തിലായിരുന്നല്ലോ, ഇപ്പൊ എന്ത് പറ്റി? അത് ഒരുപാട് ലേറ്റ് ആയില്ലേ, അപ്പോ വീട്ടിലോട്ട് പോകാൻ. എന്റെ സ്കൂട്ടി ആണെങ്കിൽ കമ്പനിയിലുവാ. ഞാൻ രാവിലെ സാറിന്റെ കൂടെയല്ലേ വന്നത്. സോ താൻ എങ്ങനെയാ വീട്ടിൽ പോകുന്നേ? അത് സാറിന്റെ ടാക്സി. ടാക്സി? എങ്കി വിട്ടോ. എന്തു പറ്റി? അത് സാർ, ടാക്സിയിൽ വിളിക്കാൻ ക്യാഷ് ഇല്ല. ക്യാഷ് ഇല്ലെന്നോ? അത് ജിപേയിലാ ഉള്ളത്. എന്റെ മൊബൈലിൽ ചാർജ് 2%. അവിടെ എത്തുമ്പോഴേക്കും അത് ഓഫ് ആവും. താൻ എങ്ങനെയാ ഇങ്ങോട്ട് വന്നേ? ലിഫ്റ്റ് ആണോ സാർ? തനിക്ക് ഹെൽപ്പ് ചോദിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. ഗെറ്റ് ഇൻ. ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ്. ഐ എം ജസ്റ്റ് ഡ്രോപ്പിംഗ് മൈ എംപ്ലോയി സേഫ്ലി. എംപ്ലോയി ആണോ അതോ ഇന്നത്തെ മോഡലാണോ? ടെമ്പററി മോഡൽ.
അത് പെർമനന്റ് ആക്കണം. സാർ, ഹോണസ്റ്റ്ലി നിങ്ങൾക്ക് എന്നെ മോഡലാക്കാൻ ആദ്യം തന്നെ പ്ലാൻ ഉണ്ടായിരുന്നോ? വെറുതെ താൻ ഓവർ തിങ്ക് ചെയ്യണ്ട. പിന്നെ എന്താ പെട്ടെന്ന് അങ്ങ് സമ്മതിച്ചേ? അത് ഡയറക്ടർ അങ്ങനെ പറഞ്ഞതുകൊണ്ടാ, അല്ലാതെ തന്നെ പിടിച്ച് മോഡലാക്കിയിട്ട് എനിക്കെന്ത് കിട്ടാന്? ശരിക്കും? അതെ, ഒന്ന് വാടിച്ചുണ്ടായിരിക്കോ? ആ, അതെ, തന്റെ അഡ്രസ് പറ. സാറല്ലേ എന്നോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞേ? താൻ അഡ്രസ് പറയുന്നുണ്ടോ അതോ ഞാനിവിടെ ഇറക്കി വിടണോ? ആ അഡ്രസ് പറയാം. അത് ഹലോ നന്ദുമ്മ, ഗ്രൗണ്ട് ഫ്ലോറിൽ വാ, ഞാനിപ്പോ എവിടെ എത്തും. ഇതാണോ തന്റെ മൊബൈലിൽ ചാർജ് ഇല്ലെന്ന് പറഞ്ഞേ? അത് ചാർജ് സാർ സാർ ഈ വഴി ഈ വഴി. താങ്ക് യു സാർ. ഡോണ്ട് താങ്ക് മീ. നാളെ രാവിലെ കൃത്യം 8:30 താൻ ഓഫീസിലുണ്ടാകണം. 8:30? എന്റെ മാതാവേ, പേടിച്ചു പോയി. നീ ആരെയാ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? അതാണോ നിന്റെ ബോസ്? ആള് കൊള്ളാലോ. ലുക്ക് ഉണ്ടെന്നേ ഉള്ളു, സ്വഭാവം കാട്ടുപോത്തിന്റെയാ. അതെ അച്ചു, അപ്പൊ ആൾക്ക് ലുക്ക് ഉണ്ടല്ലേ? അതൊക്കെ പോട്ടെ, എങ്ങനെയുണ്ടായിരുന്നു ആർട്ട് ഷൂട്ട്? അടിപൊളിയായിരുന്നു നന്ദുമ, കൺസെപ്റ്റ് ട്രഡീഷണൽ ആയിരുന്നു. പിന്നെ ഒരു കാര്യം, ഞാൻ ഡാൻസ് ചെയ്തു, അതും ക്ലാസിക്കൽ. ആഹാ, കൊള്ളാലോ. മിസ് കേരള കോമ്പറ്റീഷന് വേണ്ടി നീ ഡാൻസ് പഠിച്ചത് കാര്യമായല്ലേ? അതെ അതെ, പക്ഷേ ഞാൻ പ്രൊഫഷണൽ ഡാൻസേഴ്സ് ചെയ്ത പോലെ ചെയ്തു എന്നാ ആ ഡയറക്ടർ സാറ് പറഞ്ഞത്. അച്ചു, മതി മതി തള്ളിയത്. സത്യം. വിശ്വസിച്ച് മോള് ചെന്നാട്ടെ, പോയി കുളിക്കാതെ. നന്ദുമാ, ചിന്നാതെ പോയി കുളിക്ക് വേണേ. എന്നിട്ട് വേണം പുറത്തു പോയി വല്ലതും കഴിക്കാൻ. അപ്പോ ഒന്നും വെച്ചില്ലേ? ഇല്ല അച്ചു, എനിക്കിന്നൊരു മൂടില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒന്നും വെച്ചില്ല. എന്ത് പറ്റി? പറയാ, നീ ആദ്യം വാ കുടിച്ചിട്ട്. നീ എത്തിയോ? എന്താ വൈഷ്ണവേട്ടാ? നിന്റെ ഡയറക്ടർ ആരോമൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് പിന്നെ എന്നെ വിളിച്ചു. എന്റെ മൊബൈൽ ഓഫായിരുന്നു, ഞാനിപ്പോഴാ കുത്തിയിട്ടത്. അല്ല, എന്താ കാര്യം? അത് ഷൂട്ടിന്റെ ക്ലിപ്സും ഫോട്ടോസും മെയിൽ ചെയ്തിട്ടുണ്ട്. ദേ, പിന്നെ അലീന നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നും ആരോമല് പറഞ്ഞു. വാവ് സിധു, സീ ദിസ് ഫ്രെയിം, എക്സ്പ്രഷൻ പെർഫെക്റ്റ് ആണ്. അതൊക്കെ ഡയറക്ടർ നോക്കും. സിധു, ഞാൻ ആ കുട്ടിയെ റെക്കമെൻഡ് ചെയ്തേ. അതിന് എന്റെ ചോയ്സ് എങ്ങനെയുണ്ട്? അതെ, എന്നെ കൂട്ടാതെ ഇവിടെ എന്താ ഒരു സീക്രട്ട് മീറ്റിംഗ്? പെർഫെക്റ്റ് ടൈമിംഗ്. നോക്കിക്കേ, കൊള്ളാലോ. ഇത് നമ്മുടെ സാറിന്റെ PA കൊച്ചല്ലേ? പ്രണവ്, ഇനഫ്. പിന്നെ ഡയറക്ടർ പറഞ്ഞു ഈ ആഡ് വൈറലാകാൻ ചാൻസസ് ഹൈ ആണെന്ന്. ആഹാ, അത് നല്ല കാര്യമല്ലേ? അതെ, ഞാൻ വന്നത് നിങ്ങൾ രണ്ടാളും റെഡിയാക്, നമുക്കൊന്ന് പുറത്തോട്ട് പോകാം. കുറെ ആയില്ലേ? എങ്കി വാ. നിങ്ങൾ ചെല്ല്, ഞാൻ വരാം.
പറയാനുള്ളത്? അത് ഇന്ന് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കോളേജില്. ആ, അങ്കിള് വന്നിരുന്നോ? സാറിനോട് മോശമായി ഓരോന്നും പറഞ്ഞു. എനിക്കെന്തോ ആകെ വിഷമമായി. അത് പുതുമയുള്ള കാര്യമല്ലല്ലോ. നന്ദുമയുടെ പ്രൊഫസറിനെ എനിക്കൊന്ന് നേരിട്ട് കാണണം. എന്തിനാ? ഞാൻ ഫോട്ടോയിലല്ലേ കണ്ടിട്ടുള്ളൂ. അലീന, ആ, ജോലി ചായ. ഹായ് നന്ദിനി. ഹായ് ചേട്ടാ. നീ ഇത് എവിടെയായിരുന്നു? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ജോബായിട്ട്. വീട്ടിലെല്ലാവരും നിന്നെ തിരക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ആന്റിയും അങ്കിളും. അവർക്ക് നല്ല വിഷമമുണ്ട്. അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും വീട്ടിൽ വാ. എനിക്ക് ടൈം വേണം. ഇടയ്ക്ക് ഇതുപോലെ നമുക്ക് ഇറങ്ങണം. അതെ അതെ. സിദ്ധു, അത് നമ്മുടെ അലീനയല്ലേ? ഏതാ ആ പയ്യൻ? നന്ദിനി. അല്ല, നിങ്ങൾ എങ്ങനെ പോകും? ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? ഏയ് വേണ്ട, ഞങ്ങൾ ഇവിടെ അടുത്തുള്ള അപ്പാർട്ട്മെന്റിലാണ് നിൽക്കുന്നത്. ശരി, എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. ചെന്നിട്ട് മെസ്സേജ് ഇടേ. ആ, ചെന്നിട്ട് മെസ്സേജ് ഇടാം. സിദ്ധാർത്ഥ സാറും വൈഷ്ണവ് സാറും. ആ, നന്ദുമാ, അത് പ്രൊഫസർ അല്ലേ? അതെ അതെ. അല്ല, ഇവരുടെ കൂടെ സാറ്? ആ, എനിക്കറിയില്ല. ഹായ് അലീന. ഹായ് സാർ. ഞാൻ നന്ദിനിയുടെ. ആ, എനിക്കറിയാം, എന്നോട് പറഞ്ഞിട്ടുണ്ട്. അച്ചു പറഞ്ഞിട്ടുണ്ടെന്നോ? എന്ത്? അല്ല, സാർ പഠിപ്പിക്കുന്ന കാര്യം. ഇവളത് കൊളമാക്കിയത്. എന്താ, നൈറ്റ് വാക്കിന് ഇറങ്ങിയതാണോ? ഞങ്ങള് വെറുതെ നടക്കാൻ. ആഹാ, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാലോ. അല്ല, തിരിച്ചെങ്ങനെ പോകും? ഞങ്ങള് കൊണ്ടാക്കണോ? അത് ഞങ്ങള്. പ്രണവ്, വേണ്ട, അവരിവിടെ അടുത്തുള്ള അപ്പാർട്ട്മെന്റിൽ തന്നെയാണ് നിൽക്കുന്നത്. ആ, ശരിയാ, സാറിനറിയാലോ. ഇറ്റ്സ് ലേറ്റ്, വാ പോകാം. ഇയാളെന്താ ഒന്നും പറയാത്തെ? എങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. ശരി, കാണാം. അലീന, നാളെ രാവിലെ കാണാം. എടി അച്ചു, നിന്റെ സാറിന് എന്താ കൊമ്പുണ്ടോ? അയാള് മാത്രം പരിചയപ്പെട്ടില്ല. ആ, ഇപ്പൊ മനസ്സിലായില്ലേ? ഇതാണ് സ്വഭാവം. എന്താ ഏതാന്ന് ആർക്കും മനസ്സിലാവില്ല. പോവാം. അയ്യോ, 8:40. 10 മിനിറ്റ് ലേറ്റ്. തലവേദന എടുക്കുന്നു. ആ, പറയുന്നില്ല, ഗുളി കഴിച്ചില്ലല്ലോ. ആ, പിന്നെ കഴിക്കാം. അലീന, സാർ. ആ, ടൈം എത്രയായി? സോറി സാർ, 10 മിനിറ്റ് ലേറ്റ് ആയി. ഞാൻ പറഞ്ഞത് ഷാർപ്പ് 8:30 എത്തണമെന്നാണ്. ആക്ച്വലി എന്റെ സ്കൂട്ടി ഇവിടെ. അലീന, ഐ ഡിഡ്ന്റ് ആസ്ക് ഫോർ യുവർ എക്സ്പ്ലനേഷൻ. സോറി സാർ. 5 മിനിറ്റ്സിനുള്ളിൽ എന്റെ ക്യാബിനിൽ എത്തണം. ഓക്കെ സാർ. ആ, തല വേദന എടുക്കുന്നു. ആദ്യം മരുന്ന് കഴിക്കട്ടെ. ആ, നീ ഇത് എവിടെയായിരുന്നു? സാറ് വന്നപ്പോ തന്നെ നിന്നെ തിരക്കി. ആ, ഞാൻ വരുന്ന വഴി കണ്ടു. എങ്കിലേ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ചെല്ല്, എനിക്ക് മീറ്റിംഗ് ഉണ്ട്. ആണോ? ആ, ഓക്കെ ഓക്കെ. സാർ, മേ ഐ കം ഇൻ?
കമ്മിങ്. സെക്കൻഡ് ഡേ തന്നെ ലേറ്റ്. ഇനി പറ എന്താ റീസൺ? അത് സാർ, ബസ്സിലാ വന്നേ, സ്കൂട്ടി ഇവിടെ അല്ലായിരുന്നോ? സോറി സാർ, ഇനി ഉണ്ടാകില്ല. ദേ, ഈ ഫയൽസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യാനുള്ളതാ. ഓക്കെ സാർ. അലീന, ആ യെസ്റ്റർഡേ നൈറ്റ്. ഇന്നലെ അത് നടക്കാൻ വേണ്ടി. അതല്ല, യെസ്റ്റർഡേ നൈറ്റ് വാഗ്ബേയില് നിന്നോട് സംസാരിച്ച ആ പയ്യനാരാ? അതോ, അത് അതിന്റെ കസിനാ. കസിൻ? എന്താ കാര്യം? അത് വീട്ടിലോട്ട് ചെല്ലാൻ വേണ്ടി. So you ran away from home? ഏയ് അല്ല, കുറച്ചു നാളത്തേക്ക് മാറി നിന്നതാ. ഓക്കെ. ആ അലീന, ഇന്നലത്തെ ഷൂട്ട് ഇറ്റ്സ് റിയലി നൈസ്. താങ്ക് യു സർ. അപ്പൊ നല്ലത് പറയാനും അറിയാം. മോളെ, ഒരു ലോഡ് ഫയൽസ് ഉണ്ടല്ലോ. ഉണ്ട്. ഇനി ഒരു ഫയലും കൂടെ നോക്കാനുള്ളൂ. മീറ്റിംഗ് കഴിഞ്ഞോ? കഴിഞ്ഞു. ഞങ്ങൾ മാർക്കറ്റിംഗ് ടീം മെമ്പേഴ്സിന്റെ മീറ്റിംഗ് ആയിരുന്നു. എസ്പെഷ്യലി ഫ്യൂ ഡേയ്സിൽ പുതിയ ലോഞ്ച് ഉണ്ടല്ലോ, അതിന്റെ ആഡ് ഷൂട്ട് കഴിഞ്ഞല്ലോ. അപ്പൊ അതിന്റെ കുറച്ച് ഷോർട്സും ക്ലിപ്സും കാണിക്കാൻ കൂടി വേണ്ടിയാ ഇന്ന് മീറ്റിംഗ് അറേഞ്ച് ചെയ്തത്. അതെ മോഡൽ, ഇന്നലെ നിന്നെ അതിനാണോ കൊണ്ടുപോയേ? മോളെ, ഒരു വാക്ക് പറഞ്ഞില്ല. എനിക്കും അറിയില്ലായിരുന്നു. ലാസ്റ്റ് മിനിറ്റ് മോഡൽ എത്തിയില്ല, അതാ എനിക്ക് ചാൻസ് കിട്ടിയത്. സീരിയസ്ലി? പക്ഷേ ഇതല്ലല്ലോ വൈഷ്ണവ് സാർ പറഞ്ഞേ. പിന്നെ ഹോണസ്റ്റി എല്ലാവർക്കും ഇഷ്ടായി കേട്ടോ. ആണോ? താങ്ക് യു. അയ്യോ, സാറ് വിളിക്കുവാണല്ലോ. എനിക്ക് ബാക്കി ഒരു ഫയലും കൂടെ ഉണ്ട്. അത് കുഴപ്പമില്ല, ഒന്നും കൂടെ അല്ലേ ഉള്ളൂ. നീ ഈ ഫയൽസ് ഒക്കെ കൊണ്ട് ചെല്ല്. ഇങ്ങനെ ചെല്ലട്ടെ. സാർ, സാർ ഇതാ. ഇവിടെ വെച്ചോ. അലീന, what is this? സാർ, This file isn't updated? സാർ ആക്ച്വലി ടൈം. എനിക്ക് ഒരു എക്സ്പ്ലനേഷനും കേൾക്കണ്ട. ഞാൻ കണ്ടു, വർക്ക് ചെയ്യേണ്ട ടൈമിൽ വർക്ക് ചെയ്യണം, അല്ലാതെ വാചകം അടിച്ചോണ്ടിരിക്കല്ലേ. 5-6 ഫയൽസ് അല്ലേ തന്നേ, അത് നോക്കാൻ എന്താ എത്ര ടൈം? അത് സാർ, കുറച്ചുകൂടെ ടൈം ഉണ്ടായിരുന്നെങ്കിൽ. സംസാരിക്കാൻ ടൈം ഉണ്ടായിരുന്നല്ലോ. Then you should have time to finish your work. അതോ വലിയ സൂപ്പർ മോഡൽ ആയെന്നുള്ള വിചാരം ഉണ്ടോ തനിക്ക്? സാർ, ഇനഫ്. എന്തേ പറഞ്ഞത് പിടിച്ചില്ലേ? സാർ, ഞാൻ ഇവിടെ വന്നത് വർക്ക് ചെയ്യാനാണ്, അല്ലാതെ 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 നിങ്ങൾ പറയുന്നതൊക്കെ കേട്ട് പേടിച്ച് വാലാട്ടി നിൽക്കുന്നവളല്ല ഞാൻ. ആരും എന്റെ മുന്നിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ ധൈര്യം കാണിച്ചിട്ടില്ല. സെൽഫ് റെസ്പെക്ട് അതെനിക്കുണ്ട്. ഓ റിയലി? ഒരു PA ആയ നിനക്ക് ഇത്ര ധൈര്യോ? പേഴ്സണൽ സ്പേസ് ഉണ്ട് എല്ലാവർക്കും. ഇതാണോ പേഴ്സണൽ സ്പേസ്? വൈ യുവർ ഹാർട്ട് ബീറ്റിംഗ് സോ ഫാസ്റ്റ്? മറക്കണ്ട, യു ആർ എ ഗേൾ. സാർ മതി, ആ ഒരു ഫയലും കൂടെ അല്ലേ ഉള്ളൂ, ചെയ്തു തരാം. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞ് വരുമ്പോൾ ആ ടേബിളിൽ ഇരിക്കുന്ന മുഴുവൻ ഫയലും അപ്ഡേറ്റ് ചെയ്യണം. ലെറ്റ്സ് സീ ഹൗ ബോൾഡ് യു റിയലി ആർ. അയാൾക്ക് എന്നെ ശരിക്കും അറിയില്ല.
സാർ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു? എല്ലാം അപ്ഡേറ്റ് ചെയ്തു. ഗുഡ്. ആഫ്റ്റർ ലഞ്ച് ബ്രേക്ക് നമുക്കൊന്ന് പുറത്തോട്ട് പോകണം. എങ്ങോട്ടാ? ഈ ചോദ്യത്തിന്റെ ആവശ്യമുണ്ടോ? ഈവനിങ് ഗസ്റ്റ് ഹൗസിന്റെ അടുത്ത് ഒരു മീറ്റിംഗ് ഉണ്ട്, അതിനുവേണ്ടിയാ. ഓക്കെ സാർ, പോകാം. ഇതാണോ ഗസ്റ്റ് ഹൗസ്? വാ. താൻ ഇവിടെ ഇരിക്കെ, ഞാൻ പോയി ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഓക്കെ സാർ. ഇവിടത്തെ ആംബിയൻസ് ഒക്കെ കൊള്ളാം, എനിക്കിഷ്ടായി. ഇതങ്ങ് വാങ്ങിയാലോ? അതിന് അയാളിത് കൊടുക്കുന്നുണ്ടോ? സാർ, മീറ്റിംഗ് എത്ര മണിക്കായിരിക്കും? ഈവനിങ്. ഞാൻ ഫയൽസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ. ഇതെന്താ സാർ? ഡ്രസ്. ഡ്രസ്സോ? മീറ്റിംഗ് ഫോർമൽ ആണ്, സോ ജസ്റ്റ് വെയർ ഇറ്റ്. ഓക്കെ. ഇതാണോ മീറ്റിംഗിൽ ഇടാൻ പോകുന്ന ഡ്രസ്? ഫോർമൽ ഇവന്റ് ആണ്, ബിസിനസ് പീപ്പിൾ ഉണ്ടാകും. സംടൈംസ് ബിസിനസ് ലോകത്ത് പ്രസന്റേഷൻ കൂടാതെ നമ്മുടെ ഡ്രസ്സിംഗ് സ്റ്റൈലും ഇമ്പോർട്ടന്റ് ആണ്. ഇത് മാറാൻ മുകളിലുള്ള ഫസ്റ്റ് റൂം. ഞാൻ ആ മെയിൽ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. സർ, ഹലോ, ഐ വിൽ കോൾ യു ലേറ്റർ. എങ്ങനെയുണ്ട്? ഫിറ്റിംഗ് ഒക്കെ കറക്റ്റ് ആണല്ലോ. പെർഫെക്റ്റ്. സാർ, എന്തു പറ്റി? യൂഷ്വലി ഇങ്ങനെ കോംപ്ലിമെന്റ് പറയാറില്ല. യൂഷ്വലി എനിക്ക് അങ്ങനെയൊന്നും പെട്ടെന്ന് ഇഷ്ടാകാറില്ല. സാർ, ആക്ച്വലി ഇത് എന്ത് മീറ്റിംഗാ? ഇതൊരു സക്സസ് പാർട്ടിയാ. പാർട്ടിയോ? പാർട്ടി എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് ഉള്ള ഓൾമോസ്റ്റ് ബിസിനസ് ആൾക്കാരും ഇവിടെ ഉണ്ടാകും. ഇവിടെ നിന്നാണ് പല ഡീൽസും നടക്കുന്നത്. പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യാം. അതുകൂടാതെ പല ബിസിനസ് ബോണ്ടിങ്ങും ഡെവലപ്പ് ആവുന്നത് ഇങ്ങനെയുള്ള സക്സസ് പാർട്ടിയിൽ നിന്നാ. ഓ, ഇതും സർപ്രൈസ് ആയിരിക്കും അല്ലേ? കൈൻഡ് ഓഫ്. വാ പോകാം. Nice couple. Huh? No, she is my assistant. Oh, assistant? Really? But you two looking good. William? Hi, Siddharth Rajashekar. Long time no see. Yeah, it's been a while, William. By the way, congrats, you too. വീട്ടിലെല്ലാവർക്കും സുഖാണോ? Uncle, auntie, then yeah, they are fine. Actually, I didn't come here just for the party. There is a new international logistic deal. Oh, nice.
Sir, they are looking for you. Yeah, I am coming. അപ്പോ കാണാം സിദ്ധാർത്ഥ്. കാണാം. And let's talk about the deal soon. സർ അതാരാ? William. ഫ്രണ്ട്? Not really. ആ. Hi girl. ആ? സിദ്ധാർത്ഥിന്റെ അസിസ്റ്റന്റ് ആണോ? അതെ. കമ്പനി ലക്കി, അയാള് ലക്കി. വാട്ട്? തന്നെ പോലെ ഒരു അസിസ്റ്റന്റ് ഉണ്ടല്ലോ. ഹേ മിസ്റ്റർ, Huh? മൈൻഡ് യുവർ ലാംഗ്വേജ്. എന്റെ കൂടെ വരുന്നുണ്ടോ അസിസ്റ്റന്റ് ആയിട്ട്? അയാൾ തരുന്നതിന് ഇരട്ടി ഞാൻ തനിക്ക് സാലറി തരാം. മിസ്റ്റർ രാജ്, ഇനഫ്. Oh, come on, man. I was just talking. ജസ്റ്റ് ടോക്കിംഗ്. ടോക്കിങ്ങിനും ഡിസ്റെസ്പെക്റ്റിനും ഡിഫറൻസ് ഉണ്ടെന്ന് എനിക്കറിയില്ലേ? എന്റെ കമ്പനി ജോലി ചെയ്യുന്നവർക്ക് അത് ആരായാലും അവരെ റെസ്പെക്ട് ചെയ്യണം. Okay, relax. Sorry. സിദ്ധാർത്ഥ് സർ, താങ്ക് യു. Don't mention it. It's basic decency. അലീന, വെയിറ്റ്. അത് ഡ്രിങ്ക്സ് ആണ്. ആ, ജ്യൂസ്. എന്താ? എടോ, അത് ആൽക്കഹോൾ മിക്സ് ആണ്. ആൽക്കഹോൾ? ആ, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് കരുതി ഞാൻ 3-4 കുടിച്ചു. എന്റെ അടുത്ത് സംസാരിക്കാൻ 100 നാവാണല്ലോ. തനിക്ക് കോമൺ സെൻസ് ഇല്ലേ? അത് ഇനി ഇവിടെ നിൽക്കണ്ട, വാ പോകാം. പോകാറായോ? പോണോ? ആ, തുടങ്ങി. വാ. പോകാം. ഇവിടെ തുടങ്ങിയോ? സീറ്റ് ബെൽറ്റ്. കൺട്രോൾ സിദ്ധാർത്ഥ്. ഷീ ഈസ് യുവർ അസിസ്റ്റന്റ്. നോ. ഹേയ്, വീട്ടിൽ പോണ്ടേ? വേണ്ട, പോകണ്ട, കിടക്കട്ടെ. ഗ്രേറ്റ്. അസിസ്റ്റന്റ് സക്സസ് പാർട്ടിക്ക് കൊണ്ടുപോയതിന്റെ റിസൾട്ട് ഇവിടെ എടുക്ക. ഇവിടെ കിടക്ക്. നിക്ക്. ഏയ്, നന്ദുമ്മ പറഞ്ഞത് ശരിയാ. എന്ത്? നിങ്ങള് വളരെ ഹാൻസം ആണ്. പക്ഷേ എത്ര ഹാൻസം ആയിട്ടും എന്തിനാ എന്നോട് എപ്പോഴും ഇങ്ങനെ സ്ട്രിക്റ്റ് ആയി ബിഹേവ് ചെയ്യുന്നേ? ചിലപ്പം തോന്നും നിങ്ങൾക്ക് എന്നോട് ദേഷ്യമില്ലെന്ന്. ചിലപ്പം തോന്നും വേറെ എന്തോ ആണെന്ന്. പക്ഷേ നിങ്ങളെ കാണാൻ ക്യൂട്ടാ. നല്ല കണ്ണ, നല്ല മൂക്ക, നല്ല ചുണ്ട. അലീന, സ്റ്റോപ്പ്. വൈഷ്ണവേട്ട. ഹലോ. ഹലോ. എടാ, പാർട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? ഫൈൻ. അലീന പോയോ? അലീന ഇല്ല, പോയില്ല. അവള് ആക്സിഡന്റലി ഡ്രിങ്ക്സ് കുടിച്ചു. ഓ, എടാ, വീട്ടിൽ കൊണ്ടാക്ക്. ട്രൈ ചെയ്തു, ബട്ട് അവള് എണീക്കുന്നില്ല.
ആ പിന്നെ ഒരു ഹെൽപ്പ്, പ്രണവിനോട് നന്ദിനിയുടെ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് അയക്കാൻ പറയോ? വാട്സാപ്പ് ചെയ്താൽ മതി. ആ ഓക്കെ ഓക്കെ, ഞാൻ അവന്റെ അടുത്ത് പറയാം. ശരി ശരി. ആ ഓക്കെ. പേഴ്സണൽ സ്പേസിന്റെ ലെക്ചർ ക്ലാസ് എടുത്തതാരാ? നീ. ഇപ്പൊ നോക്ക്, അത് എല്ലാം മറന്നു എന്റെ ഗസ്റ്റ് ഹൗസിൽ, അതും എന്റെ ബെഡിൽ നീ കിടന്നുറങ്ങുന്നു. നാളെ രാവിലെ എഴുന്നേറ്റാൽ ഇന്നത്തെ കാര്യങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ നീ ഒരുപാട് റിഗ്രറ്റ് ചെയ്യും. മിസ് അലീന. ഹലോ നന്ദിനി, ഹലോ. ഞാൻ അലീനയുടെ സിഒ ആണ്, സിദ്ധാർത്ഥ്. ആ സാർ. ആ അലീന അലീന ഇന്ന് ആക്സിഡന്റലി ഡ്രിങ്ക് ചെയ്തു. ആണോ? അയ്യോ സാർ, ഇപ്പൊ എങ്ങനെയുണ്ട്? എന്റെ കൂടെ ഗസ്റ്റ് ഹൗസിലുണ്ട്, ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാ. ഗസ്റ്റ് ഹൗസിലോ? ഓ. ഇപ്പോൾ അങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കി, പക്ഷെ അവള് എണീക്കുന്നില്ല. സാർ, അവൾ സേഫ് ആണോ? ഡോണ്ട് വറി, ഷീ ഈസ് സേഫ്. എങ്കിൽ അവിടെ കിടന്നോട്ടെ സാർ, ഡിസ്റ്റർബ് ചെയ്യണ്ട. ഓക്കെ ഓക്കെ. ആ ശരി. പാദം കഴുവലാം വാടി என் மலரே என்னும் தயக்கம் என்ன என்னை புரியாதானிது उभय कुशल चिरजीवन प्रसुत भरित मंजुळतर शृंगारे संचारे अधर रुचित मधुरित बग सुधन कनक प्रशम निरत बांधव्ये मांगल्ये अमदम सति समदस सख मुख मन सुख सुमन लयिव सुसुत सहित कामं विरह रहित भामं आनंद